2014, the Daytona had come to the worldwide market and got the biggest entry and the wonderful looking bike ever. One of the best 600cc motorcycle. 2014 എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും ഏതൊരു ബൈക്ക് ഭ്രാന്തന്റെ മീൻസ് ബൈക്ക് ഭ്രാന്തനല്ല മോട്ടോ എന്തൂസിയസ്റ്റിന്റെ ഡ്രീം ബൈക്കാണ് ഡേറ്റോണ 695R. ഇത് ശരിക്കും രണ്ട് മോഡലാണ് ശരിക്കും വന്നിട്ട്. ഇത് ശരിക്കും 2016 മോഡൽ ഡേറ്റോണ 695R ആണ്. 615 അഥവാ 615R രണ്ട് മോഡലാണ്. മെയിൻ ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും R വരുമ്പോൾ ഇതിനകത്ത് കാർബൺ പാർട്സ് വരും. നോർമൽ ആണ് ഈ സ്റ്റോക്ക് ഫൈബർ പാർട്സ് ആണ് വരുന്നത്. കാർബൺ പാർട്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഡ് ഗാർഡിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാഷിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഡ് ഫ്ലാപ്പില് എക്സോസ്റ്റിലാണ് കാർബൺ പാർട്സ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് യോഷിമോറയുടെ ആൽഫ എക്സോസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ഒരു സ്വീറ്റ് സൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഹെഡ്ലൈറ്റ് എന്താ പറയാ, രണ്ട് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ക്ലീൻ ലുക്ക് എന്ന് പറയാം. ഇവിടെ ഒരു വലിയൊരു റാമേറന്റേക്കും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ്, ഒരു ഹ്യൂജ് റാമേറന്റേക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു ബീഡ് ആയത് വരില്ലേ, അതുപോലെ നമ്മുടെ സ്ട്രീറ്റ് ട്രിപ്പിലൊക്കെ വരുന്ന ഒരു ഏകദേശം സെയിം ഡിസൈനിലാണ് ഇത് വരുന്നത്. ഇതിന്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 675cc. അതുപോലെ തന്നെ ഇൻലൈൻ 3 എഞ്ചിനാണ്. ആ ഒരു വിസിലും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ക്ലീൻ എന്ന് പറയാം, കാര്യം ഈ ഒരു ഡിസൈനിൽ മീൻസ് ഈ സെഗ്മെന്റിൽ തന്നെ ഈ വണ്ടിക്ക് ശരിക്കും 3 കോമ്പറ്റീഷൻ ആണ്. ഒന്ന് നമ്മുടെ യമഹയുടെ R6 R6, പിന്നെ അതുപോലെ തന്നെ ഡേറ്റോണ 695R, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കവാസക്കിയുടെ ZX6. ശരിക്കും ഇത് 3 വച്ച് നോക്കുമ്പോൾ ഒരു പോക്കറ്റ് റോക്കറ്റ് എന്ന് പറയാൻ പറ്റും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ചെറിയൊരു ഗ്ലിച്ച് പോലെ വരുന്നുണ്ട്. അത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സിലിണ്ടറാണ്. ഇത് നേരെ തിരിച്ച് 3 സിലിണ്ടറാണ്. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ ഏകദേശം സെയിം തന്നെ പവർ ഔട്ട്പുട്ട് കാര്യങ്ങൾ വരുന്നത് 70 mm ഓഫ് ടോർക്സും കാര്യങ്ങളും വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രേക്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് 320 mm ഡ്യുവൽ ഡിസ്കും കാര്യം ഫ്രണ്ടിൽ കാണാൻ പറ്റും. അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ കാർബൺ ഫൈബർ മഡ് ഗാർഡ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ബ്രെംബോർഡ് തന്നെ ബ്രേക്ക് സിസ്റ്റം കാര്യമാണ്. അത്യാവശ്യം നല്ല ക്യാച്ചി ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡ് സ്പൂൾസും കാര്യം ട്രയംഫിന്റെ തന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുവാണെങ്കിൽ സസ്പെൻഷൻ ഇതിൽ വരുന്നത് ട്രയംഫിന്റെ തന്നെ എന്താ പറയുക, ഓലിൻസിന്റെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ്. ഇതിലോട്ട് അഡ്ജസ്റ്റബിൾ ആണ്. ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ട്രയംഫിന്റെ തന്നെ ആ ഓർഡിനറി നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഓർഡിനറി ഫീലിലുള്ള സ്ക്രീനല്ല നമ്മുടെ അനലോഗ്. പിന്നെ നമ്മുടെ മീറ്ററൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. ചെറിയൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അനലോഗ് ആയിട്ട് വരുന്നുണ്ട്. ഇത് RPM മീറ്റർ ആണ്. 18K RPM വരെ റെവ് ആവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടൺസ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും, വാർണിംഗ് ലാമ്പ്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്പീഡോമീറ്റർ, ടെമ്പറേച്ചർ, ഓയിൽ ടെമ്പറേച്ചർ കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസും കാര്യമാണ് ഇത് വരുന്നത്. എന്താ പറയുക, ഇത് കുറച്ച് ബട്ടൺസ് കാര്യങ്ങൾ വരുന്നത് നോർമൽ ബട്ടൺസ് ആണ്. എന്താ പറയുക, ഹെഡ്ലൈറ്റിന്റെ ബീം, പാസ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ സ്പോട്ട് കാര്യമാണ് വരുന്നത്. പിന്നെ കിൽ സ്വിച്ച്, ഇഗ്നിഷൻ ബട്ടൺ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ആയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ഗാർഡും കാര്യങ്ങളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർബൺ ഫൈബർ മാച്ചിങ് കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ മിറേഴ്സ് നോക്കുവാണെങ്കിൽ ശരിക്കും എന്താ പറയുക, അതിനൊരു കാഷിംഗ് മിറർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് അത്യാവശ്യം വ്യൂവും കാരണം മിറർ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 830 mm സീറ്റ് ഹൈറ്റും കാര്യമാണ് വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ടാങ്ക് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ 70.4 ലിറ്റേഴ്സിന്റെ ഒരു ഹ്യൂജ് ടാങ്ക് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതിന് മുകളിൽ തന്നെ ട്രാൻസ്മിറ്റർ ബാഡ്ജും കാര്യങ്ങളും വരുന്നുണ്ട്. എന്താ പറയുക, ഒരു ക്ലീൻ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ സൈഡിൽ തന്നെ നമുക്ക് രണ്ട് കവേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ശരിക്കും എന്താ പറയുക, ആ ഒരു ടക്കി ചെയ്ത് പോകുമ്പോൾ ശരിക്കും കാല് ശരിക്കും ഹക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ പതുക്കെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ എക്സോസ്, ഇതിൽ യോഷിമോറുടെ ആൽഫ എക്സോസാണ് നമ്മൾ അഡീഷണൽ ചെയ്തത്. ഡീക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഒരു സ്വീറ്റ് ആൻഡ് റഫ് എക്സോസിനോട് പറയാൻ പറ്റും. പിന്നെ ബാക്കിലെ ബ്രേക്കിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 120 സെക്ഷൻ ഡിസ്കും കാര്യമാണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രെംബോ ബ്രേക്സ് ആണ് വണ്ടിക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അലുമിനിയം സിംഗാമും കാര്യങ്ങളും ബാക്കിൽ കാണാൻ പറ്റും. സിംഗിൾ സൈഡ് അല്ല, ഡ്യുവൽ സൈഡ് ആണ് നിങ്ങൾക്ക് അറിയാം. ട്രയാങ്കിളിൽ നമുക്ക് സിംഗിൾ സൈഡും സിംഗാമും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മെയിൻ ഇതിന്റെ ചാസിയാണ്. ഇതിന് ശരിക്കും സ്പ്ലിറ്റ് ചാസിങ് കാര്യമാണ് വരുന്നത്. അത് തന്നെ ഈ റെഡ് ഫിനിഷ് വന്നപ്പോൾ എന്താ പറയുക, ശരിക്കും ഇന്ത്യൻ സ്റ്റിച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ടെയിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂഷ്വലായിട്ട് സ്ട്രീറ്റ് ട്രിപ്പിലൊക്കെ വരുന്ന സെയിം ടെയിൽ ലാമ്പ് കാര്യങ്ങൾ കാണാൻ പറ്റും. LED ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ടെയിൽ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള പക്ക സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ പതുക്കെ താഴത്തേക്ക് വരുമ്പോൾ 190 സെക്ഷൻ ടയേഴ്സും കാര്യമാണ് സ്റ്റോക്കിൽ വരുന്നത്. ശരിക്കും എന്താ പറയുക, ഒരു നല്ല വിറ്റുള്ള ടയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ 70 ഇഞ്ചസ് അലൈവിൽസ് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. The 675R got an all-in, fully adjustable track spec suspension. We got a quick shifter in the 675R, but there is no auto flipper, so we can go only upward. Daytona 615R is one of the most brutal and aggressive superbike ever comes with the 600cc category, which produces 118 horsepower. Even the Ducati owner felt broke when he ride a Daytona 615R.